ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാനഡയുടെ ലാർജസ്റ്റ് പ്രോവിൻസ് ആയിട്ടുള്ള ക്യുബക്കിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മെയിനായിട്ടും നോട്ടർഡാം പള്ളിയിലേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യുബക് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണാം. പിന്നെ മോൺട്രിയാലിലും ഒരു പള്ളിയുണ്ട്, മോൺട്രിയാൽ പള്ളിയിലും പോകണം. ഈ ചർച്ച് കാനഡയിലെ ഓൾഡസ്റ്റ് ചർച്ചാണ്. അതുപോലെ ദി ഫസ്റ്റ് ബസിലിക്ക ഓഫ് കാനഡയാണ് ഈ പള്ളി. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമുക്ക് അതിനേക്കാളും മുമ്പ് ഒരു പ്രോവിൻസ് ഉണ്ട്. നമ്മുടെ നോവ സ്കോഷ്യന്ന് ഏറ്റവും അടുത്തുള്ള പ്രോവിൻസാണ് ന്യൂ ബ്രൗൺസ്വിക്ക്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ക്യുബക് പ്രോവിൻസിലേക്ക് പോകാനായിട്ട്. അപ്പം ഫ്രഞ്ച് സംസാരിക്കുന്ന കാനഡയിലെ ഏറ്റവും വലിയൊരു പ്രോവിൻസാണ് ക്യുബക്. അതുപോലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്രോവിൻസും ക്യുബക് തന്നെയാണ്. പിന്നെ ഈ ന്യൂ ബ്രൗൺസ്വിക്കിലാണെങ്കിൽ 2 ലാംഗ്വേജും, ഇംഗ്ലീഷും ഉണ്ട്, ഫ്രഞ്ചും ഒരുപോലെ സംസാരിക്കുന്ന ആൾക്കാരാണുള്ളത്. കുറേ പ്രത്യേകതകളുള്ളൊരു പ്രോവിൻസാണത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഞങ്ങളും ഇതുപോലെ ക്യുബക്ക് മൈഗ്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നു ഇവിടെ ഫ്രഞ്ചാണ് കൂടുതലും. പക്ഷെ അവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ അതുപോലെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഫ്രഞ്ചാണ് കൂടുതൽ അറിയണത്. അപ്പോൾ ഫ്രഞ്ച് ആക്സെൻ്റ് ഉണ്ട് അവർ സംസാരിക്കുമ്പോൾ. പക്ഷേ നമ്മൾ അവരോട് വർത്തമാനം പറയുമ്പോൾ അവർ ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഇംഗ്ലീഷേ പറയുള്ളൂ, നമുക്കൊന്നും മനസ്സിലാവില്ല ഫ്രഞ്ച് അവർ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും കാണുമ്പോൾ ബോൺജോർ ബോൺജോർ എന്ന് പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല കേട്ടോ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്ന്. പക്ഷേ ഗുഡ് മോർണിംഗ്, ഹലോ എന്നൊക്കെ പറയുന്നതിന് അവരെപ്പോഴും ഫ്രഞ്ചിൽ തന്നെ പറയുള്ളൂ നമ്മളെ കാണുമ്പോൾ. കാരണം അവരുടെ യൂസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണല്ലോ അത്. അപ്പം നമ്മൾ പക്ഷേ പറയുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഗ്രോസറി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെന്തെങ്കിലും സാധനങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ അപ്പുറത്തെ ഇംഗ്ലീഷ് അറിയുന്ന ആരോടെങ്കിലൊക്കെ പോയി ചോദിച്ച് നമുക്ക് ഗ്രോസേഴ്സൊക്കെ എടുത്തു തരാനും ഒക്കെ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള നല്ല ആൾക്കാരാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രോവിൻസിൽ വന്നപ്പോൾ നമുക്കത് വളരെയധികം മനസ്സിലായി. നല്ല ഒരു ആംബിയൻസും നല്ലൊരു സ്ഥലവും കാണാനൊക്കെ കുറേ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കാനഡയുടെ ഏറ്റവും വലിയ ഒരു പ്രോവിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളൊരു പ്രോവിൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകളൊക്കെ വളരെ വിശാലമായിട്ടും റോഡുകളും എല്ലാം നല്ല വിശാലമായിട്ടാണ്, നല്ലൊരു പ്രത്യേക ഭംഗിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കുറേ റോഡുകളുണ്ട്, പുതിയതായിട്ട് പണിത കുറേ റോഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയേറിയ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൂടുതലും മഞ്ഞ് വീണ് കിടക്കുന്ന, ഇപ്പോഴും മഞ്ഞൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം എന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു. കാരണം ചൂടോ ആയിട്ടില്ല, എന്നാൽ തണുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറാണ് ഇവിടെ വന്നപ്പോൾ. ഇപ്പം മൈനസ് അല്ല, 3.5 ആണ്, പ്ലസ് ആണ്. പക്ഷേ നമ്മൾ പോകുന്ന റോഡിലൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോ എടുത്തു. വളരെ ഭംഗിയേറിയ കാഴ്ചകളാണ്. അതായത് ലാൻഡ് ഫുള്ള് റോഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും വെള്ള കളറായിട്ടാണ് കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഈ മഞ്ഞൊക്കെ മാറ്റണ ഒരു കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ. ഇപ്പോൾ റോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡുകളാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ കൊന്ത ചൊല്ലിയിട്ടാണ് പോയത്. കാരണം നമുക്കറിയാലോ, ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനകളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, പിള്ളേരാണെങ്കിലും വഴിയൊക്കെ കണ്ട് ആസ്വദിച്ചാണ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി വളരെയധികം സന്തോഷമായിട്ട് പോയി. നമുക്ക് മഞ്ഞ് പെയ്യുമ്പോൾ കാനഡയിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ആകാശവും ഭൂമിയും ഒരുപോലെ തന്നെ. ആകാശത്തിൻ്റെ കളറും ഭൂമിയുടെ കളറും ഒരുപോലെ തന്നെ നമുക്ക് തോന്നും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ കാഴ്ച.
ഇമിഗ്രൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോവിൻസാണ് ക്യൂബക്ക്. അതായത് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് PR ഒക്കെ ആയിട്ട് വരാൻ പറ്റുന്ന കുറേ സൗകര്യങ്ങൾ ക്യൂബക്ക് പ്രോവിൻസിലുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ, ക്യൂബക്ക് മൈഗ്രേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ക്യൂബക്ക്. അപ്പം പിന്നെ ഈ ക്യൂബക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളത് മേപ്പിൾ സിറപ്പിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രോവിൻസാണത്. മേപ്പിൾ സിറപ്പൊക്കെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ല് ചെയ്യുന്ന ഒരു നാടാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ഹോട്ടലിലേക്കാണ്. അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു 9 to 10 hours ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ നോട്ടർഡാം പള്ളിയിലേക്ക്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6 മണിയായി. വെളുപ്പിന് 6 മണിക്ക് നമ്മൾ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 2 മണി 3 മണി 3 മണി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് നിർത്തി ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നമ്മൾ വണ്ടിയിൽ തന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഡിലേ ആയില്ല. അപ്പം നമ്മൾ താമസിച്ച ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് തന്നെ ഫ്രഞ്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കണ്ടാലറിയാം, ഇവിടുത്തെ സൈൻ ബോർഡുകളെല്ലാം ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വായിക്കാനോ അതിൽ ഇംഗ്ലീഷ് ലെറ്റർ ആണെങ്കിലും നമുക്കത് പ്രൊനൗൺസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലെറ്റേഴ്സാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രൊനൗൺസ് ചെയ്യാൻ. അപ്പം നമുക്കതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത പേരുകളാണ് ഇവിടുത്തെ എല്ലാ ബോർഡുകളും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഈ പേരുകൾ അതുപോലെ ഫ്രഞ്ച് കമ്മ്യൂണിറ്റി ആയിട്ട് ഇവർക്ക് നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവർ വളരെ കൂടുതലായിട്ട് തന്നെ ഫ്രഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തി കേട്ടോ. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെയാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പം പള്ളിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ നാളെ കാണാൻ കേട്ടോ. ഇവിടെ എല്ലാ റൂമുകളിലും ഞങ്ങൾ ബൈബിള് കണ്ടു. ഇവിടെ എവിടെ പോയാലും നമുക്ക് കാണാൻ കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ്. അപ്പം ഇവിടെ പ്ലാന്റ്സ് എന്ന് പറയാൻ പറ്റില്ല, വലിയ വലിയ മരങ്ങളും വലിയ കാട് പോലെ അത്രയധികം ഇവരത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഗ്രീനറി ഒക്കെ ആയിട്ട്, പിന്നെ അതുപോലെ കിളിക്കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ കിളികളുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഭംഗിയുള്ള ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് തന്നെയാണ്. അതായത് സ്വിമ്മിങ് പൂള് ഒരെണ്ണം, സാധാരണ സ്വിമ്മിങ് പൂളും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഹീറ്റഡ് സ്വിമ്മിങ് പൂളും ഉണ്ട്. പിള്ളേർ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ പോയിട്ട് തായ് സോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിക്കൻ ടെരിയാക്കി, എൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണോന്ന് അറിയില്ല, അതാണ് നമ്മൾ വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ നൂഡിൽസും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു. നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ലൊരു ദിവസത്തിന് ദൈവത്തിന് നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് എ സ്മോൾ വേൾഡ്.